ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. നാളെയും മറ്റന്നാളുമായി കർമ്മങ്ങൾ അവസാനിപ്പിച്ച തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങും. മിനായിലെ 3 ജംറകളിലും തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കിയ തീർത്ഥാടകർ ഇപ്പോൾ മിനായിലാണ്. അയ്യാമു തശ്രീഖ് അഥവാ പൗർണമി ദിനങ്ങൾ എന്നാണ് ഇന്നു മുതലുള്ള 3 ദിവസങ്ങൾ അറിയപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ മിനായിൽ താമസിച്ച് 3 ജംറകളിലും തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കും. യഥാക്രമം ജംറത്തുൽ ഉല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നീ ജംറകളിൽ 7 വീതം കല്ലുകളാണ് എറിയുന്നത്. ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷം കല്ലേർ കർമ്മത്തിനുള്ള സമയം ആരംഭിക്കും. ജംറകളിലെ കല്ലേർ കർമ്മവും ഹറം പള്ളിയിൽ ഹജ്ജിന്റെ തൊവാഫും പുരോഗമിക്കുകയാണ്. വിശ്വാസപ്രകാരം ഹജ്ജിന്റെ 5-ാം ദിവസമായ നാളെയോ 6-ാം ദിവസമായ ബുധനാഴ്ചയോ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ തീർത്ഥാടകർക്ക് അവസരമുണ്ട്. തീർത്ഥാടകരിൽ പകുതിയിലേറെയും നാളെ തന്നെ കർമ്മങ്ങൾ പൂർത്തിയാക്കും. നാളെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നവർ കല്ലേർ കർമ്മം പൂർത്തിയാക്കി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിനായോട് വിട പറയും. മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട വിടവാങ്ങൽ തൊവാഫ് മാത്രമായിരിക്കും പിന്നീട് തീർത്ഥാടകർക്ക് അവശേഷിക്കുന്ന കർമ്മം. അതേസമയം കനത്ത ചൂട് കാരണം പകൽ 11 മണി മുതൽ 4 മണി വരെ കല്ലേർ കർമ്മത്തിനായി ജംറകളിൽ പോകരുതെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകി. 49 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇന്ന് മക്കയിൽ അനുഭവപ്പെട്ട താപനില. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ 3 ദിവസത്തിനിടെ 30-ലേറെ ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചു. ഹജ്ജിന്റെ ഭാഗമായി മീനായിലെ ജംറകളിൽ 4 ദിവസമാണ് തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ച 70 കല്ലുകളാണ് 3 ജംറകളിലായി തീർത്ഥാടകർ എറിയുന്നത്. ബുധനാഴ്ചയോടെ കല്ലേർ കർമ്മം പൂർത്തിയാക്കി തീർത്ഥാടകർ മീനായിൽ നിന്ന് വിട പറയും. മീനായിലെ ജംറയ്ക്ക് സമീപത്തു നിന്നും ജലീൽ കണമകലം, 24.